പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും TV ചാനലുകളിലും വളരെ ചർച്ചയായിരിക്കുന്ന ഒരു സംഭവമാണ് ഈശോ എന്ന പേരിലും യേശു ഈ വീട്ടിൻ്റെ നായകൻ എന്ന പേരിലും 2 സിനിമകൾ മലയാളത്തിൽ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പോസ്റ്റുകളും കമൻറ്റുകളും വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വളരെ സ്ട്രൈക്ക് ചെയ്ത ഒരു സംഭവം, പ്രവീൺ വർഗീസ് തോമസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. അതിൽ പറഞ്ഞിരിക്കുകയാണ്, യേശു ദൈവമാണ്, ദൈവത്തെ നോക്കാൻ ദൈവത്തിനറിയാം. എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു ആ സംഭവം. ഒരു ക്രിസ്തീയ നാമധാരി അദ്ദേഹം പിന്നീട് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊരു ക്രിസ്ത്യാനി എന്ന പേരിൽ അഭിമാനിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തിക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തോട് മാത്രമല്ല, അത് അദ്ദേഹം വെറും ഒരു വ്യക്തി മാത്രമാണ്. അതുപോലുള്ള ഒരുപാട് വ്യക്തികൾ, അവരെല്ലാം ചേർത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, യേശു ദൈവമാണ്, ദൈവത്തെ നോക്കാൻ ദൈവത്തിനറിയാം. പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന വ്യക്തി റോഡിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിനെ വളഞ്ഞിട്ട് കുറച്ച് പേര് ആക്രമിക്കുകയാണെന്നിരിക്കട്ടെ. അദ്ദേഹം എന്തായിരിക്കും പറയുന്നത്? എൻ്റെ പിതാവിന് ആരോഗ്യമുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, പക്വതയുണ്ട്, അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹം നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ് കാണാത്ത മട്ടിൽ കടന്നു പോകാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ സിനിമ ഇത് പ്രശ്നമില്ല എന്ന് പറയുന്ന ന്യായീകരിക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ സഹോദരിയോ നിങ്ങളുടെ മകളോ നടുറോഡിൽ വെച്ച് കുറേയധികം മ്ലേച്ഛന്മാരാൽ അവമാനിക്കപ്പെടുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ പരിഹസിക്കപ്പെടുമ്പോൾ അത് സാരമില്ല എന്ന് പറഞ്ഞ് കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഓർക്കണം, ഈശോ എന്ന് പറയുന്നത് ഓരോ ക്രൈസ്തവനെ സംബന്ധിച്ചും അവൻ്റെ പാപപരിഹാരാർത്ഥം കുരിശിൽ ഇഞ്ചിഞ്ചായി പിടഞ്ഞു മരിച്ച് അവനു വേണ്ടി പീഡ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത യേശുവ എന്ന് പറഞ്ഞ അവൻ്റെ ദൈവമാണ്. ആ ദൈവത്തെ വികലമാക്കുന്നത് കാണുമ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല, അത് കേട്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല. കാരണം ക്രിസ്തു എന്ന് പറയുന്നത്, യേശു എന്ന് പറയുന്നത്, അത് അവന് വേണ്ടി കുരിശിൽ ജീവൻ അർപ്പിച്ച് അവന് വേണ്ടി മരിച്ച അവൻ്റെ ദൈവമാണ്. സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തിയ രക്ഷയുടെ നാമമാണ് ഈശോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യേശു എന്ന് പറയുന്നത്. ഈശോ എന്നുള്ളത് യേശു എന്ന പദത്തിൻ്റെ എന്ന വാക്കിൻ്റെ ഗ്രീക്ക് പദമാണത്. ഈശോ, ഇംഗ്ലീഷിൽ നമ്മൾ ജീസസ് എന്ന് പറയും, എല്ലാം ഒന്ന് തന്നെയാണ്. ഇത് ദൈവം വെളിപ്പെടുത്തിയ നാമമാണ്. ഈ നാമത്തെ അവഹേളിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, പുച്ഛിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനിക്കത് അത് നോക്കി നിൽക്കാൻ പറ്റത്തില്ല. അവൻ്റെ ചങ്ക് വേദനിക്കും. കാരണം എന്താണെന്ന് അറിയാമോ? അവൻ്റെ കർത്താവ് അവന് വേണ്ടി സഹിച്ച വേദനകളും അവൻ്റെ കർത്താവ് അവന് വേണ്ടി അനുഭവിച്ച പീഡകളും അവൻ്റെ ഹൃദയത്തിൽ ഒരു സ്നേഹം യേശു ക്രിസ്തുവിനോടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു അറ്റാച്ച്മെൻറ്റ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ഒന്നിനും വേർപിരിക്കാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞ പൗലോസിനെ പോലെ ഓരോ ക്രിസ്ത്യാനിക്കും അത് അവന് വേദന ഉളവാക്കുന്ന സംഭവമാണ് അവൻ്റെ ദൈവത്തെ മോശമായി വികലമാക്കുന്ന സിനിമകളെന്ന് പറയുന്നത്. യേശുവിനെ കുറിച്ച് സിനിമ എടുത്തുകൂടെന്ന് ആരും പറഞ്ഞിട്ടില്ല. സിനിമ എടുക്കാം. യേശു ക്രിസ്തുവിൻ്റെ പച്ചയായ ജീവിതത്തെ ചിത്രീകരിച്ചുകൊണ്ട് സിനിമ എടുക്കട്ടെ, പ്രശ്നമില്ലല്ലോ. ഇവിടെ ജീസസ് എന്ന സിനിമ ഇറങ്ങിയിട്ടില്ലേ? ജീസസ് ഓഫ് നസറത്ത് എന്ന സിനിമ ഇറങ്ങിയിട്ടില്ലേ? പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ ഇറങ്ങിയിട്ടില്ലേ? മിശിഹാ ചരിത്രം എന്ന സിനിമ ഇറങ്ങിയിട്ടില്ലേ? അതിനൊന്നും ആരും എതിർപ്പ് നിന്നിട്ടില്ലല്ലോ. ഇവിടെ എന്താ ഇവിടുത്തെ അപകടമെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു ഉപജാപക സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ അപകടം എവിടെയാണെന്ന് ചോദിച്ചാൽ, അടുത്ത ദിവസങ്ങളിൽ ഞാനൊരു വീട്ടിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അവരോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഒന്ന് കുമ്പസാരിക്കാൻ പോകണം, എനിക്കൊന്ന് കുമ്പസാരിക്കാൻ പോകണമെന്ന് പറഞ്ഞ സമയത്ത് ആ വീട്ടിൽ 3 കുട്ടികളുണ്ട്. ആ വീട്ടിൽ അതിൽ ഒരു മകൻ, +2 പഠിക്കുന്ന മകൻ, തൊട്ടടുത്ത് നിൽക്കുന്നവൻ്റെ സഹോദരിയെ നോക്കി അർത്ഥം വെച്ച് ചിരിക്കുന്ന കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മോനെ ചിരിച്ചത്? അവൻ പറഞ്ഞു, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ആ സഹോദരിയോട് ചോദിച്ചു, എന്താ മോളെ അവൻ ചിരിച്ചതിൻ്റെ കാരണം? അപ്പോൾ പെട്ടെന്ന് ആ കൊച്ചു പറയായിരുന്നു, അല്ല ബ്രദർ, ഇങ്ങനെ കുമ്പസാരിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് കുമ്പസാരം എന്ന സിനിമയിലെയും റോമൻസ് എന്ന സിനിമയിലെയും സംഭവം ആ ചേച്ചിയോട് പങ്കുവെക്കുകയായിരുന്നു. ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും വിശുദ്ധമായ കൂദാശകളെക്കുറിച്ച് തെറ്റായ ചിന്തകൾ പകർന്നു കൊടുക്കുന്ന ഒരു സംഭവം ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നില്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്.
ഇതിനെക്കുറിച്ചൊക്കെ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് വേദന ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സിനിമകൾ, ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെയുള്ള എല്ലാ വിഷ്വൽസും അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം. നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ജെറുസലേം മതിൽ തകർന്നു എന്ന് കണ്ടപ്പോൾ നെഹമ്യാ പ്രവാചകൻ നിലത്തിരുന്ന് കരഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവിൻ്റെ സഭ വികൃതമാകുന്ന കാണുമ്പോൾ കരയാൻ നമുക്ക് സാധിക്കണം. കരഞ്ഞു പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഹൃദയം നുറുങ്ങി നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ യേശുവിൻ്റെ സഭയെ വികലമാക്കുന്ന സകല വ്യക്തികളും യേശുവിൻ്റെ പ്രേക്ഷിതരായിട്ട് മാറും എന്നുള്ളതാണ് സത്യം. രണ്ടാമതായിട്ട് നമ്മൾ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം, പ്രതിഷേധിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പ്രതിഷേധിക്കണം. ഞാൻ പറയട്ടെ, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കാണാം, സൂസന്ന എന്ന് പറയുന്ന നിഷ്കളങ്കയായ നിരപരാധിയായ ഒരു പെൺകുട്ടിയെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ദാനിയേൽ എന്ന ബാലനിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. ദാനിയേൽ എന്ന ബാലനിലെ ആത്മാവിനെ ദൈവം തട്ടി ഉണർത്തി. അങ്ങനെ ദാനിയേൽ ഇറങ്ങി ചെല്ലുകയാണ് അവിടെ സംസാരിക്കാനായിട്ട്, സൂസന്നയ്ക്ക് കൊണ്ട് സംസാരിക്കാൻ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് സംസാരിക്കാൻ നമ്മൾ ഇറങ്ങണം. നമ്മൾ പ്രതിഷേധിക്കേണ്ട സ്ഥലത്ത് പ്രതിഷേധിക്കണം. കൈവെട്ടാനും തലവെട്ടാനും കാലുവെട്ടാനും അല്ല ഞാൻ പറയുന്നത്. ക്രൈസ്തവ സഭ അങ്ങനെ പറയുന്നില്ല, അതിന് ഒരിക്കലും അനുകൂലിക്കുന്നുമില്ല. പിന്നെയോ യേശു ക്രിസ്തു കാണിച്ചു എന്ന മാർഗത്തിലൂടെ നമ്മൾ പ്രതിഷേധിക്കാൻ നമുക്ക് സാധിക്കണം. പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിൻ്റെ മുമ്പിൽ ക്രൈസ്തവ മക്കൾ പോയി നിന്ന് മുട്ടുകുത്തി ജപമാലയിൽ പ്രാർത്ഥിക്കണം. അവിടെ ഒരുമിച്ച് കൂടണം. നിങ്ങൾക്കറിയാമോ, അമേരിക്കയിലെ ഒക്കലോഹോമ എന്ന സ്ഥലത്ത് പിശാചിനെ ആരാധിക്കുന്ന മനുഷ്യർ ഒരു ബ്ലാക്ക് മാസ്, ഒരു വലിയ മൈതാനത്ത് വെച്ച് ബ്ലാക്ക് മാസ് നടത്താൻ വേണ്ടി തീരുമാനമെടുത്തു. ഈ തീരുമാനമെടുത്ത സമയത്ത് അനേക വ്യക്തികൾ ഇത് നിർത്തലാക്കാൻ വേണ്ടി പല വിധത്തിലും ശ്രമിച്ചു നോക്കിയിട്ട് സാധിച്ചില്ല. കോടതിയിൽ പോയി. കോടതി പറഞ്ഞു വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് കോടതി പോലും അതിനെ കൈവിട്ടു. ഈ ബ്ലാക്ക് മാസ് നടക്കുന്ന 2 ദിവസം മുമ്പ് അമേരിക്കയിലുള്ള ഒരു ജൂനിയർ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു TV ചാനലിന് ഒരു കത്തയച്ചു. ആ കത്തിങ്ങനെയായിരുന്നു. ജൂലിയാന ലാസറ്റിൽ എന്ന് പറഞ്ഞ പെൺകുട്ടി, അവൾ കത്തയച്ചത് ഇങ്ങനെയാണ്: എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, നിങ്ങളെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കണം. ആ TV ചാനലുകാർ സംപ്രേഷണം ചെയ്തു. മറ്റ് ചാനലുകാർ അത് ഏറ്റെടുത്തു. സോഷ്യൽ മീഡിയയിൽ വൈറലായി. അഭിയന്ന പിതാക്കന്മാരിറങ്ങി, നബികാരുടെ പ്രദക്ഷിണം നടന്നു. അതിൻ്റെ ഫലമായി ഈ ബ്ലാക്ക് മാസ് അവിടെ നടന്നില്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ അത് ഉപേക്ഷിച്ചും കടന്നുപോയി. പ്രതിഷേധിക്കേണ്ട സ്ഥലത്ത് ക്രൈസ്തവ മാർഗത്തിൽ പ്രതിഷേധിക്കാൻ നമുക്ക് സാധിക്കണം. യേശുക്രിസ്തു പോലും അധികാരികളുടെ മുമ്പിൽ, ഇപ്പം ഹെറോദോസ് നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ യേശു എന്താ പറഞ്ഞാൽ, ആ കുറുക്കനോട് പറ, ഞാൻ ഇന്നും നാളെയും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു പറ. അധികാരിയോടെ പറയുന്നു ഓർക്കണം. ഇത് പ്രധാന വിരോധനം നിൽക്കുമ്പോൾ യേശുക്രിസ്തുവിന് എതിരെ അവർ കുറ്റാരോപണം നടത്തുമ്പോൾ കർത്താവ് ചങ്കൂറ്റത്തോടെ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്ക്, തെറ്റാണെങ്കിൽ തെളിയിക്ക്, ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നീ എന്തിനെ അടിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം. നമ്മൾ പൗലോസ് പോലും അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ ധീരതയോടെ തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പങ്കുവെക്കുന്നില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള സമയം നമ്മളിങ്ങനെ നിസ്സംഗതയോടെ ഇരിക്കേണ്ടവരല്ല. നമ്മളിതിന് മുമ്പേ നിസ്സംഗതയോടെ നമ്മൾ ഇരിക്കാതെ നമ്മൾ ഉണർന്നിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാകുമായിരുന്നില്ല. എത്രയോ സിനിമകൾ, ട്രാൻസ്, കുംഭസാരം, അപ്പവും വീഞ്ഞും, എന്തുമാത്രം ക്രൈസ്തവ നാമത്തെ വികലമാക്കുന്ന സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ക്രൈസ്തവ വിശ്വാസികൾ പൂജ്യമായി കരുതുന്ന വാക്കുകൾ കൊണ്ടുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ പ്രതിഷേധിക്കേണ്ട സമയമാണ്, ഇത് പ്രതികരിക്കേണ്ട സമയമാണ്. 1 പ്രാർത്ഥനയിലൂടെ, 2 നമ്മൾ ക്രൈസ്തവ മാർഗത്തിൽ ഒരുമിച്ച് നമ്മൾ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ദൈവം തീർച്ചയായിട്ടും ഇടപെടും. ഉറപ്പാണ്. ആമേൻ.